നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പാലപ്പം ഉണ്ടാക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആയ ഏത് അരിപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വീട്ടിൽ പൊടിക്കുന്ന അരിപ്പൊടിയാണെങ്കിൽ അതിൻ്റെ തരി ഉണ്ടാവും, അത് ചേർത്ത് കൊടുത്താൽ മതി. കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതുപോലെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഇവിടെ ഞാനിപ്പോൾ 5 കപ്പ് പച്ച അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, അതായത് വറക്കാത്ത അരിപ്പൊടി. വറുത്ത അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ ഒരു 2 കപ്പ് എടുക്കാം. ഇവിടെ നേരത്തെ അരിപ്പൊടി കുറുക്കി വെച്ചിരുന്നത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഈ മിക്സ് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അരിപ്പൊടി കുറുക്കിയെടുത്തത് ചൂടോടുകൂടി ഒരിക്കലും അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കരുത്. തണുത്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ചൂടോടുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാവ് പൊങ്ങി വരില്ല. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും 2 നുള്ള് ഈസ്റ്റുമാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങാപ്പാൽ എടുക്കാം. നല്ലോണം കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഞാനിവിടെ കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ തേങ്ങാപ്പാൽ ചേർക്കുന്നതിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഏകദേശം ഒരു 1.25 മുതൽ 2 കപ്പ് വരെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, കൂടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറഞ്ഞു പോയാൽ പിറ്റേ ദിവസം അത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മാവ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 8 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും മാവ് അപ്പം ഉണ്ടാക്കാൻ കണക്കിന് റെഡി ആയിട്ട് വരും. ഇവിടെ ഇപ്പോൾ ഒരു 8 മണിക്കൂറായിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂട്ട് അപ്പം ഉണ്ടാക്കുന്നതിന് ഒരു 5-10 മിനിറ്റ് മുമ്പൊന്ന് ഇളക്കി വെക്കണം. അതിന് ശേഷം മാത്രമേ അപ്പം ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇവിടെ ഇപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. നല്ല ചൂടായ അപ്പച്ചട്ടിയിൽ മാവ് ഒഴിച്ച് ഇതുപോലെയൊന്ന് ചുറ്റിച്ചെടുക്കാം. അതിനുശേഷം ചെറിയ തീയിൽ അടച്ചു വെച്ച് അപ്പം ചുട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അപ്പം ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് ഇട്ടാൽ മതി. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.